നമസ്കാരം. നമ്മൾ ഇന്ന് ജീവൻ രക്ഷപ്പെടുന്ന ക്ലാസ്സിലേക്ക് വീണ്ടും വരെയാണ്. ഒരാൾ കുഴഞ്ഞു വീണ് കിടക്കുന്ന കണ്ടാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. കുഴഞ്ഞു വീണ് കിടക്കുന്ന ആളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി കിടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റോഡിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിലേക്ക് മാറ്റി കിടത്തുക, വെള്ളത്തിലാണെങ്കിൽ കരക്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വീണ് കിടക്കുന്ന ആളുടെ ജീവനുണ്ടോ ഇല്ല എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. ആ ദൗത്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ തോളത്തട്ടി ജീവന്റെ ലക്ഷണം ഉണ്ടാകുന്ന നോക്കാം. ചേട്ടാ എന്ന് ഉറക്കെ തട്ടി വിളിക്കുക. 2 പ്രാവശ്യം 3 പ്രാവശ്യം തട്ടുക. 3 പ്രാവശ്യം 2-3 പ്രാവശ്യം തട്ടിയതിന് ശേഷം അദ്ദേഹത്തെ തട്ടി വിളിച്ചതിന് ശേഷം നോക്കുക. ജീവന്റെ ലക്ഷണം ഉണ്ടെങ്കിൽ അദ്ദേഹം അനങ്ങുകയോ ശ്വാസം വലിക്കുകയോ വിടുകയോ ചെയ്യും. ലക്ഷണം ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ സഹായത്തിന് ആളെ വിളിക്കുക എന്നുള്ളതാണ്. ചേട്ടാ പറയുന്ന അടുത്ത ആരെങ്കിലും പിന്നെ അവരെ വിളിക്കുക, അല്ലെങ്കിൽ 102 വിളിക്കുക. 102 എന്ന് പറയുന്നത് ആംബുലൻസിന്റെ നമ്പറാണ്. സുരക്ഷിതമായി കിടത്തിയിട്ടുള്ള ആളുടെ തോളത്ത് തട്ടി വിളിക്കുക. ചേട്ടാ എന്ന് ഉറക്കെ വിളിക്കുക. ഉറക്കെ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ചെവിയുടെ ശ്രവണത്തിലൂടെ എന്തെങ്കിലും ശബ്ദം കേട്ട് ഇദ്ദേഹത്തിന്റെ ജീവന്റെ ലക്ഷണം ഉണ്ടെന്നുള്ളതും അറിയാൻ പറ്റും, അല്ലെങ്കിൽ ശരീരത്തിലാക്കുന്ന തട്ടിന്റെ ആഘാതത്തിൽ എന്തെങ്കിലും ജീവന്റെ ലക്ഷണം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ജീവന്റെ ലക്ഷണം ഇല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സഹായത്തിന് ആൾ വിളിക്കുമ്പോൾ നമുക്ക് വീണ്ടും സംശയമാണ്, ജീവനുണ്ടോ ഇല്ല എന്നുള്ള സംശയമാണ്. നമ്മൾ വീട്ടിൽ നെഞ്ചിലേക്ക് നോക്കുക. നെഞ്ചിലേക്ക് നോക്കുമ്പോൾ നെഞ്ച് അനങ്ങുന്നുണ്ടോ നോക്കുക. അനങ്ങുന്നില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പണിയാം. നമുക്ക് കരോട്ടി പൾസ് എന്ന് പറഞ്ഞ പൾസ് ഉണ്ട്. കരോട്ടി പൾസ്, സെൻട്രൽ പൾസ് എന്ന് പറയും. സെൻട്രൽ പൾസ് നോക്കുക. സെൻട്രൽ പൾസ് എന്ന് പറയുന്ന ഭാഗം ഇതാണ്. ഈ ഇവിടെ വെച്ചിട്ട് ഈ താഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇറക്കി വഴി നോക്കുക. അതായത് നമ്മുടെ ഈ ഇവിടെ വെച്ചിട്ട് ഈ ഇതിന്റെ ഗ്യാപ്പിലേക്ക് വരിക. ഇവിടെ ഉണ്ടെങ്കിൽ ജീവന്റെ ലക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ജീവന്റെ ലക്ഷണം ഇല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ CPR കിടക്കേണ്ടിയിരിക്കുന്നു. വിധം എന്താ വെച്ചാൽ, നമ്മുടെ ഇടത്തെ കൈയോ വലത്തെ കൈയോ ഏതോ ബലം കുറഞ്ഞ കൈ ആദ്യം പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ബലം കൂടിയ കൈ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പൂറ്റി വെച്ചാണ് നമ്മൾ CPR കൊടുക്കുന്നത്. ഉപ്പൂറ്റി വെച്ചാണ് CPR കൊടുക്കുന്നത്. CPR കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ നെഞ്ചത്തേക്ക് വെക്കുക. എവിടെ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് ഏറ്റിയാണ് നമ്മൾ CPR കൊടുക്കേണ്ടത്. അതായത് നിപ്പിളിന്റെ പ്ലസ് വരുന്ന സ്ഥലം, മൂക്കിന് നേരെ പ്ലസ് വരുന്ന സ്ഥലത്താണ് കൊടുക്കേണ്ടത്. കൊടുക്കേണ്ട വിധമാണ് നമ്മൾ ഇനി പറയാൻ സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൈ കുട്ടിപ്പിടിക്കുക, ഇങ്ങനെ വെക്കുക. അതിനുശേഷം കൈ ഇങ്ങനെ പറഞ്ഞ സ്ഥലത്തേക്ക് വെക്കുക. ഈ ഒരു കാരണവശാലും കൈയുടെ മുട്ട് കളയരുത്. മുട്ട് കളയാതെ തന്നെ പിടിക്കണം. വിരൽ മുട്ടാതെ ഇങ്ങനെ വെച്ചിട്ട് വെള്ളത്തിൽ പിടിച്ചിട്ട് 2-2.5 ഇഞ്ച് താഴത്തിലാണ് CPR കൊടുക്കേണ്ടത്. 2-2.5 ഇഞ്ച് താഴത്തിലാണ് CPR കൊടുക്കേണ്ടത്. ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കേണ്ടത്. അത് ഒന്ന് ഇങ്ങനെ അമർത്തുക. അത് നമ്മുടെ ബോഡി വെയിറ്റ് നീതിയിട്ട് കൊടുക്കുക. എന്നാലും ബോഡി വെയിറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ബോഡി വെയിറ്റ് ഇട്ട് കൊടുക്കുക. വേദന 1.5 ഇഞ്ചോളം താഴ്വായിരിക്കും വരാതെ നമ്മൾ കൊടുക്കേണ്ടത്. 30 പ്രാവശ്യം നെഞ്ചിലമർത്തുകയും 2 പ്രാവശ്യം എയർ ശരിയാക്കി എയർ കൊടുക്കുകയും ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ഉറക്കെ എണ്ണി കൊടുക്കണമെന്നുള്ള ആയിരിക്കും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ വേണം. ഉറക്കെ എണ്ണി കൊടുക്കണം. ബോഡി വെയിറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നെഞ്ചിൽ ശക്തിയായിട്ട് അമർത്തുക. 2-2 ഇഞ്ച് ആഴത്തിലേക്ക് അമർത്തുക എന്നാണ് പറയുന്നുള്ളത്. 1, 2, 3 കംപ്രഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇദ്ദേഹത്തിന്റെ നെറ്റിയിൽ കൈ വെച്ചിട്ട് എയർവേ ശരിയാക്കുക. നമ്മൾ കൊച്ചു പിള്ളേർക്ക് പനി ഉണ്ടാകുന്ന നോക്കുന്ന പോലെ കൈ വയ്ക്കുക. കാടയിൽ പിടിച്ചിട്ട് വെക്കുക. അതിനുശേഷം ഇടത്തെ കൈ വെച്ചിട്ട് മൂക്ക് അടച്ചിടിക്കുക. 2 പ്രാവശ്യം എയർ കൊടുക്കുക. ഇത് 2 സെക്കൻഡ് കൊണ്ടാണ് എയർ കൊടുക്കേണ്ടത്. 2 പ്രാവശ്യം. ഇത് തന്നെ 5 ആവർത്തി ആവർത്തിക്കുമ്പോൾ ഒരു സൈക്കിൾ പൂർത്തിയായി എന്ന് പറയും. സൈക്കിൾ പൂർത്തിയായതിനു ശേഷം വീണ്ടും സെൻട്രൽ പൾസ് ഉണ്ടാകുന്ന നോക്കുക. സെൻട്രൽ പൾസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ റിക്കവറി പൊസിഷനിലേക്ക് കിടത്തുക. ജീവന്റെ ലക്ഷണം കാണിക്കുന്നവരെ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അവസ്ഥയായി കഴിയുമ്പോൾ നമുക്ക് ചെസ്റ്റ് കംപ്രഷൻ നിർത്താവുന്നതാണ്. ഈ എയർവേ ശരിയാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ശ്വാസനാളത്തിലേക്ക് നമ്മുടെ നാവ് ഒന്ന് വീണ് അടഞ്ഞു പോകുന്ന നാവിനെ നിവർത്താൻ വേണ്ടിയിട്ടാണ് എയർവേ ശരിയാക്കുന്നത്. നമ്മൾ മുകളിലേക്ക് കൊടുക്കുമ്പോൾ മുകളിലേക്കുള്ള എയർവേ ശരിയാക്കി കിട്ടും. വളഞ്ഞ പൈപ്പിൽ കൂടെ എയർ പോകുന്നതിനേക്കാൾ നല്ലത് നേരെയുള്ള പൈപ്പിൽ കൂടെ എയർ പോകുന്നത്. അതുകൊണ്ട് എയർവേ ശരിയാക്കുക. ഇങ്ങനെ വീഡിയോസിനായി എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.